കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്തായത് ഇങ്ങനെ കറുത്ത് പഴുത്തുള്ള പഴം ഉണ്ടല്ലോ, കളയാനായിട്ട് വെച്ചിരിക്കുന്ന പഴം. ഇന്ന് ഇതുകൊണ്ടാണ് നമ്മളൊരു അടിപൊളി പഴംപൊരി തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സോഫ്റ്റും ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് അതേ ഒരു ടേസ്റ്റിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇത്രയും പഴുത്ത പഴം സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ എടുക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി പഴംപൊരി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വൈകുന്നേരം ചായക്കടിക്ക് കൊടുക്കുക, അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് മൈദപ്പൊടി കേട്ടോ, കുറച്ച് മതിയാവും. ഇതിനധികം മാവ് ആവശ്യമില്ല, എടുത്ത മാവിന് ബാക്കി വരും കേട്ടോ. പിന്നെ ഞാൻ ഈ സ്പൂണിന് ഒരു സ്പൂണ് നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ച മാവുണ്ടല്ലോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ, ആ ഒരു സ്പൂൺ കേട്ടോ പുളിച്ച മാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു മാവ്, നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. പിന്നെ ആ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ അത് കേട്ടോ, നല്ലൊരു മൊരിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ അത്. പിന്നെ അതാ കുറച്ച് ജീരകമാണ്. അപ്പോൾ എള്ളുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അധികം ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമ്മുടെ പഴംപൊരിയുടെ കളറേ മാറിപ്പോവും. ഒരു നുള്ളു മതിയാവും കേട്ടോ. അപ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കണം, മഞ്ഞൾപ്പൊടി തന്നെ മതി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, എല്ലാവിടെയും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാനിതിന് ഒരു 1.5 ടീസ്പൂണാണ്, ആ ഒരു സ്പൂൺ 1.5 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ പഴത്തിന് നല്ല പഴുത്തായതുകൊണ്ട് അതിന് നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് മാവിന് അധികം മധുരം ഇല്ലാതിരിക്കാൻ നല്ലത്. ഇത്രയും വേണമെങ്കിൽ ഇത്രയും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് മധുരം ഉണ്ടായിരുന്നു പഴംപൊരിക്ക്, അപ്പോൾ ഇത്രയും വേണ്ട ആവശ്യമില്ല തോന്നുന്നു. അപ്പോൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒന്ന് കലക്കിയെടുക്കുക. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആക്കുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇളക്കി നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു ദോശയ്ക്കൊക്കെ ഉള്ള ആ ഒരു പരുവത്തിലാവണം കേട്ടോ മാവ്. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഇതേപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ അതാക്കണം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതാക്കുക. ഇനിയിപ്പോൾ മിക്സിയിൽ അരക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മിക്സിയിൽ അരച്ചെടുക്കുക. ലാസ്റ്റ് ജീരകം ചേർത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഞാൻ നന്നായിട്ട് കട്ടയൊക്കെ ഏകദേശമൊക്കെ ഉടങ്ങി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. നമ്മൾ ഈ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഇത് കേട്ടോ, ആ ഒരു അളവാണ്. പിന്നെ മാവ് കറക്റ്റാണോ എന്ന് അറിയാൻ വേറൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂണൊക്കെ മുക്കുമ്പോൾ ആ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ, അതേപോലെ ആയ മാവ് കറക്റ്റായി എന്നർത്ഥം. നമ്മുടെ വിരലൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ മാവ് കറക്റ്റാണ് കേട്ടോ. ഒരുപാട് ലൂസാവരുത്, കാരണം ഇത് ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ ലൂസാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 2 ഏലക്കയാണ്. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിന്. ഏലക്ക അതേപോലെ പൊടിച്ചിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ്, ഈ ഒരു ബാറ്റർ നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. മിനിമം 1 മണിക്കൂർ വെക്കണം, അരമണിക്കൂറും അല്ലെങ്കിൽ 1 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും ആ മാവിന്. നമ്മൾ പെട്ടെന്ന് മാവ് തയ്യാറാക്കിയിട്ട് അങ്ങനെ പഴംപൊരി ചുടുമ്പോൾ മാവ് സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പഴംപൊരി. അപ്പോൾ ഇതേപോലെ 1 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പഴം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴത്തിന് 2 എണ്ണം ആക്കിയിട്ട് പിന്നെ ആ ഒരു കഷ്ണത്തിന് 3 എണ്ണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പഴംപൊരി തയ്യാറാക്കാൻ പറ്റും വീട്ടിൽ. നമുക്ക് ഇനി ഒരു പഴം അങ്ങനെ എടുത്തിട്ട് ചെറുതാക്കി നൈസാക്കി മുറിച്ചാലും മതി. അപ്പോൾ ഒരുപാട് എണ്ണ വേണമല്ലോ, ചെറുതാകുമ്പോൾ പിന്നെ അധികം എണ്ണ വേണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് 1 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതേപോലെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടിച്ച് പതപ്പിക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ആക്കുമല്ലോ അതേപോലെ. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് അപ്പസോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ, സോഡാപ്പൊടി. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് നല്ലത്. പിന്നെ ഇത് ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് കേട്ടോ. അപ്പോൾ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ചൂടാനായിട്ടുള്ള എണ്ണ ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ
വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് ഉപയോഗിക്കുക. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കണതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാവ് ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാവ് എണ്ണ ചൂടായി എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. എപ്പോഴും ചെയ്യുന്നവർക്കൊന്നും ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കട്ട് ചെയ്ത് വെച്ചതിന് ഒരു പീസ് പഴം എടുത്തിട്ട് ഇതേപോലെ മാവിൽ മുക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫോൺ പിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇട്ടത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ, കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കും. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ട് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ ചെയ്ത്, അപ്പോൾ ഇപ്പോൾ ഇട്ട പോലെ ഇടാൻ പാടുള്ളൂ. പടേവർട്ടിട്ട കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കും കേട്ടോ. അപ്പോൾ മെല്ലെ ഇടുക. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് നോക്കണമല്ലോ കറക്റ്റാണോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. പിന്നെ മെല്ലെ മെല്ലെ ഓരോ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മുറുക്കുമ്പോൾ ഒരുപാടുണ്ടാവും ചെയ്യും, നമുക്ക് കുറച്ച് എണ്ണയും മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ കൈ അതിൽ മുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഓണിലിട്ടിട്ട് തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്ന് സിമ്മിലല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ. നല്ല സിമ്മിലായ ഇതുണ്ടാവില്ല, പെട്ടെന്ന് ആയി കിട്ടും. കാരണം നല്ല പഴുത്ത പഴമാണല്ലോ. അപ്പോൾ ഈ മാവ് വേണ്ട ഒരു സമയം വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്നൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒട്ടിപ്പിടിച്ച പോലെ തോന്നും. ഒന്ന് ഇതേപോലെ നമ്മുടെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ ഒന്ന് വിട്ട് കേട്ടോ. മാവൊക്കെ ഒന്ന് വിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇട്ട ആ ഒരു പഴംപൊരി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒരേപോലെ അല്ലല്ലോ ഫസ്റ്റ് ഇട്ട് എല്ലാം കൂടി ആയിട്ടല്ലേ മറിച്ചിട്ടത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇതേപോലെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഴവും ഇതേപോലെ ചെയ്യുക കേട്ടോ. മാവിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക, മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴംപൊരിയൊക്കെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇതെടുക്കുമ്പോൾ അധികം ഓട്ടമുള്ള ഒരു കയ്യിൽ സ്പൂൺ ഉണ്ടാവുമല്ലോ, അത് എടുക്കുക കേട്ടോ നല്ലത്. നമ്മൾ എണ്ണപ്പെടാതെ എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിയുള്ള ഓരോന്നും ഇതേപോലെ ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇതേ ഇത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത പഴയതുകൊണ്ട് ഷേപ്പിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതൊന്നും നമുക്ക് കാര്യമാക്കണം, നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അധികം ഈ കറുത്ത പഴം എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും നമുക്കും ഇഷ്ടമല്ല, അതുപോലെ കുട്ടികൾക്കും അത് ഇഷ്ടമല്ല ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ അടിപൊളി പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ് പോവില്ല കേട്ടോ. നല്ല മയത്തിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ്. ചിലപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിച്ച് ചില സമയത്തൊക്കെ നമുക്ക് കുറേ നേരം വെച്ചാൽ ചില സമയത്ത് ഭയങ്കര ഒരു ബലം തോന്നുമല്ലേ. അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഞാൻ ചെയ്ത എല്ലാ സ്റ്റെപ്പും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.